ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച? എല്ലാവരും സുഖമായിരുന്നോ? ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഭയത്തെക്കുറിച്ചാണ് കേട്ടോ. ഭയം നമ്മളിൽ എങ്ങനെ ഉണ്ടാകുന്നു, എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. ചിലന്തിയ ഭയം, പാറ്റയെ ഭയം, പല്ലിയ ഭയം, പാമ്പിനെ ഭയം എന്ന് വേണ്ട എല്ലാം ഭയമായിരുന്നു. ഇരുട്ടായ ഭയങ്കര ഭയമായിരുന്നു. ഇത് എന്നെ ഒരുപാട് ഡൗൺ ആക്കിയ കേസുകൾ ഒരുപാടുണ്ട്. കാര്യം, ഒരു പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങാറില്ല, ഇതിനെ പുറത്ത് ആക്കുന്നത് വരെ. അതുപോലെ തന്നെ ഞാൻ പുറത്ത് ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ റോഡുകളൊന്നും അധികം പരിചയമില്ല. നടന്നു പോകുമ്പോൾ കുന്നും കുഴിയാണ്. ഇതും ഒരു ഭയമായിരുന്നു. കാര്യം എപ്പോഴായിരിക്കും വീഴുന്നതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ 3 വയസ്സ് മുതൽ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യാത്ത വർഷങ്ങളില്ല. പക്ഷേ എനിക്ക് എന്ന് ഫ്ലൈറ്റിൽ കയറിയാലേ എനിക്ക് ഭയങ്കര ഭയമാണ്. അതുപോലെ തന്നെ പാമ്പിനെ ഭയങ്കര ഭയമാണ്. പാമ്പിനെ എവിടെ കണ്ടാലും പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര ഭയമായിരിക്കും. എല്ലായിടത്തും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, ബെഡ്റൂമിലൊക്കെ ഒന്ന് നോക്കും. കാര്യം നമ്മൾ നല്ല ഗ്രാമാന്തരീക്ഷമാണ്, ഒരുപാട് വൃക്ഷങ്ങളും അങ്ങനെയൊക്കെ ചെടികളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലമുള്ള ഏരിയയുമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പ് വരാറുണ്ട്. ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമേ വരാറില്ല, ഭയങ്കര ഭയമാണ്. അതുപോലെ തന്നെ കാറിൻ്റെ അകത്ത് കയറിയാലും ഞാൻ നോക്കും അവിടെ എങ്ങനെ വല്ലതും ഉണ്ടോ എന്ന്. ഇത്ര ഭയത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഭയം ഉണ്ടായതെന്ന്, എങ്ങനെയാണ് ഈ ഭയം നമ്മളിൽ ക്രീപ്പപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഈ ഭയം നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ പുറത്ത് വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മയും അമ്മയുടെ ബന്ധുക്കളും മറ്റുള്ളവരും എല്ലാം എൻ്റെ അടുത്ത് പറയും, പാമ്പിന് വിഷമുണ്ട്, പല്ലിക്ക് വിഷമുണ്ട്, അതിന് വിഷമുണ്ട്, ഇതിന് വിഷമുണ്ട്, നോക്കാതെ നടന്നാൽ വീഴും, പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, രാത്രി പുറത്തിറങ്ങിക്കൂടാ, ഒറ്റയ്ക്ക് നടന്നൂടാ, അങ്ങനെയൊക്കെ കുറേ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം കിടക്കുകയാണ്. ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ഭയപ്പാടുകൾ, പല്ലി കടിക്കും അത് വിഷമാണ്, പാറ്റ കടിക്കും അത് വിഷമാണ്, ചിലന്തി കടിക്കും അത് വിഷമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും. അപ്പോൾ അതിന് ഒന്ന് കാണാൻ ഇടം വന്നു കഴിഞ്ഞാൽ ആ ഭയം ക്രീപ്പപ്പ് ചെയ്യും. പിന്നെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വരെ നമുക്കൊരു ടെൻഷനായിരിക്കും. ആ ഭയം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോൾ, ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ആരും തന്നെ നിർത്തി തരില്ല, അതുകൊണ്ട് സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം, ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി വയ്ക്കും. വണ്ടിയിൽ കയറിയാലോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയാലോ, അവിടുത്തെ ഫുട്പാത്തിൽ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ പിടിക്കണം, എല്ലാം ഇങ്ങനെ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം നമുക്കൊരു സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാഹചര്യമോ കിട്ടുന്നില്ലെന്നാണ് വാസ്തവം. അങ്ങനെ ഇരിക്കെ ഞാൻ വിചാരിച്ചു, ഈ ഭയം എന്തായാലും നമുക്ക് ഇത്രയും നാൾ നമ്മൾ ജീവിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഭയം ഞാൻ ഫേസ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു കേട്ടോ. ചിലന്തി വിഷമുള്ളതും ഇല്ലാത്തതും ഉണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. ചിലന്തിനെ കയ്യിലെടുക്കാൻ തുടങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ഭയമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തു. 2-3 പ്രാവശ്യം ഈ അറ്റംപ്റ്റ് കൂടി ഞാൻ കടന്നു പോയപ്പോൾ സ്വന്തമായിട്ട് ഇതിനെ പിടിക്കാൻ പഠിച്ചു. ഇതെന്നെ ഒന്നും ചെയ്തില്ല, ഞാൻ പുറത്തിതിനെ കളഞ്ഞു. അതുപോലെ തന്നെ പല്ലി വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി തുടച്ച് വീണ്ടും എടുക്കും. കാര്യം ഇത് വിഷമാണ്, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്, ഇതെല്ലാം വിഷമാണ്, അപ്പം നമ്മളെ കടിച്ചാൽ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരിത്.
അങ്ങനെ ഞാൻ പല്ലീനെയും പിടിച്ചു തുടങ്ങി. പല്ലീനെ ഞാൻ പുറത്ത് ആക്കാനുള്ള വിദ്യയും കണ്ടുപിടിച്ചു. സാവധാനം ഒരു ബക്കറ്റ് എടുത്ത് ആ ബക്കറ്റ് തട്ടിയിട്ട് പുറത്ത് കൊണ്ട് കളയും, ഒന്നിനെ കൊല്ലാറില്ല. അപ്പം ഇങ്ങനെ ചെറിയ ഭയമുണ്ടായിരുന്ന കാര്യങ്ങളെ ഞാൻ ഫേസ് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഈ ഭയം മാറി. ഈ പാമ്പിനോടുള്ള ഭയം മാത്രമാണ് ഇപ്പോഴും അവസാനം ഇല്ലാതെ ഇരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം ഞാൻ അതിനെയും കൈകൊണ്ടെടുക്കും. കാര്യം നമ്മുടെ ഭയമാണ്, നമ്മുടെ ഉപബോധ മനസ്സിലുള്ള കിടക്കുന്ന ആ ഒരു ഭയമാണ് നമ്മളെ ഇത് ഫേസ് ചെയ്യാൻ അനുവദിക്കാത്തത്. നമ്മളതിനെ ഫേസ് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ ഭയം നമ്മളിൽ നിന്ന് മാറും. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിരിക്കുക. ഭയം ഒരു സാധനം ഇല്ല. അങ്ങനെ നമ്മൾ ഒരു വിധത്തിലും ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഭയം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള ജീവികൾക്ക് നമ്മളെ കാണുമ്പോൾ ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരെയും നമ്മൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുക. അതോടുകൂടി ആ ഭയം അവരിൽ നിന്നും നമ്മളിൽ നിന്നും അപ്രത്യക്ഷമാവും. എല്ലാവരും ഭയത്തെ ഫേസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് and see you soon with another vlog. Till then, bye for now. Live without fear. Bye.